ക്രൂയിസ് മിസൈലുകൾ, 12,000 ഹൈപ്പർസോണിക് ആയുധങ്ങൾ. ലോകത്തെ ഞെട്ടിച്ച വമ്പൻ ആയുധ പദ്ധതിയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ഭയമാണോ? ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കൻ സൈനിക ശക്തിക്ക് ഇനി പഴയ മേൽക്കൈ നഷ്ടപ്പെടുമെന്ന സൂചനകളാണോ ഇത്? വില കൂടിയ അത്യാധുനിക ആയുധങ്ങൾക്ക് പകരം വില കുറഞ്ഞ മിസൈലുകളിലേക്കും ഡ്രോൺ മാതൃകയിലുള്ള യുദ്ധതന്ത്രങ്ങളിലേക്കും അമേരിക്ക പെട്ടെന്ന് മാറാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? പതിറ്റാണ്ടുകളായി സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളും ആണവശക്തിയും $1 ബില്യൺ വില വരുന്ന മിസൈൽ സംവിധാനങ്ങളും ആശ്രയിച്ചായിരുന്നു അമേരിക്കയുടെ ആഗോള സൈനിക ആധിപത്യം. എന്നാൽ ഇപ്പോൾ അതേ അമേരിക്ക ചിലവ് കുറഞ്ഞ ആയിരക്കണക്കിന് ക്രൂയിസ് മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും വൻതോതിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രഖ്യാപിച്ച ഈ പുതിയ ബൃഹത് പദ്ധതി ഒരു സാധാരണ ആയുധ വികസനമല്ല. ഭാവി യുദ്ധങ്ങളിൽ അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികളുടെ സൂചനയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ മാറ്റത്തിന് പിന്നിൽ 2 പ്രധാന യുദ്ധങ്ങളാണ് ഉള്ളത്. ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധവും മറ്റൊന്ന് ഇറാനെ ചുറ്റിപ്പറ്റിയ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും നൽകിയ വൻ ആയുധ സഹായം അമേരിക്കയുടെ പ്രതിരോധ ശേഖരത്തെ ഗണ്യമായി ബാധിച്ചു. ആയിരക്കണക്കിന് മിസൈലുകളും പീരങ്കി വെടിയുണ്ടകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തുടർച്ചയായി അയച്ചതോടെ അമേരിക്കൻ സൈനിക ഉൽപാദന ശേഷിയുടെ പരിമിതികൾ തുറന്നുകാട്ടപ്പെട്ടു. അതേസമയം മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരായ സൈനിക നീക്കങ്ങളും അമേരിക്കയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് ടോമാഹോക്ക് പോലുള്ള വില കൂടിയ മിസൈലുകളുടെ വ്യാപക ഉപയോഗം അമേരിക്കയെ പുതിയ ചിന്തയിലേക്ക് നയിച്ചു. ഇവിടെ അമേരിക്കക്ക് ഏറ്റവും വലിയ ഞെട്ടൽ നൽകിയത് ഇറാന്റെയും അതിന്റെ സഖ്യകക്ഷികളുടെയും കുറഞ്ഞ ചെലവിലുള്ള ഡ്രോൺ മിസൈൽ യുദ്ധതന്ത്രങ്ങളാണ്. വർഷങ്ങളായി അമേരിക്ക $1 ബില്യൺ ചെലവഴിച്ച് വികസിപ്പിച്ച ആയുധങ്ങളെ വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്ന ഡ്രോണുകൾ വെല്ലുവിളിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഇറാന്റെ ഷാഹേദ് 136 ഡ്രോണുകൾ ലോക സൈനിക വിദഗ്ധരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ച ഈ ഡ്രോണുകൾക്ക് കോടിക്കണക്കിന് ഡോളർ വില വരുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ക്ഷീണിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് യുദ്ധഭൂമികൾ തെളിയിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക പരമ്പരാഗത പ്രതിരോധ ഭീമന്മാരിൽ നിന്ന് മാറി ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളെയും നവീകരണ അധിഷ്ഠിത സ്ഥാപനങ്ങളെയും ആശ്രയിക്കാൻ തുടങ്ങിയത്. വർഷങ്ങളോളം സമയമെടുത്തും ചെലവ് കുത്തനെ വർദ്ധിപ്പിച്ചും ആയുധങ്ങൾ നിർമ്മിക്കുന്ന പഴയ മാതൃക അമേരിക്കക്ക് ഇനി പോരെന്ന് പ്രതിരോധ വിദഗ്ധർ തന്നെ തിരിച്ചറിയുകയാണ്. അതിനാൽ തന്നെ എഡൂറി ഇൻഡസ്ട്രീസ്, കോ ആസ്പെയർ, ലേഡോസ്, സോൺഫൈ ടെക്നോളജീസ് തുടങ്ങിയ വളർന്നു വരുന്ന കമ്പനികൾക്ക് ഇപ്പോൾ വലിയ കരാറുകൾ നൽകിയിരിക്കുകയാണ്. കണ്ടെയ്നറൈസ്ഡ് മിസൈൽ എന്ന പുതിയ ആശയം തന്നെ അമേരിക്കൻ തന്ത്രത്തിലെ മാറ്റത്തിന്റെ സൂചനയാണ്. സാധാരണ ചരക്ക് കപ്പൽ കണ്ടെയ്നറുകളെ പോലെ തോന്നിപ്പിക്കുന്ന സംവിധാനങ്ങളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന രീതിയിലാണ് പുതിയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇതിലൂടെ ശത്രുക്കൾക്ക് തിരിച്ചറിയാൻ പ്രയാസമുള്ള രീതിയിൽ ആയുധങ്ങൾ വിന്യസിക്കാനും അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്താനും സാധിക്കും. ഇത് ഇറാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന അസമമായ യുദ്ധതന്ത്രങ്ങളിൽ നിന്ന് അമേരിക്ക പഠിക്കാൻ തുടങ്ങുകയാണ് എന്ന സൂചന കൂടിയാണ്. അതേസമയം അമേരിക്കയുടെ പുതിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് ഹൈപ്പർസോണിക് ആയുധങ്ങളാണ്. ശബ്ദവേഗത്തിന്റെ 5 ഇരട്ടിയിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ നിലവിലെ പല പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ കഴിവുള്ളവയാണ്. കാസ്റ്റലയൺ എന്ന സ്റ്റാർട്ടപ്പുമായി ചേർന്ന് വികസിപ്പിക്കുന്ന ബ്ലാക്ക് ബോർഡ് ഹൈപ്പർസോണിക് മിസൈൽ പദ്ധതി അമേരിക്കയുടെ ഭാവി യുദ്ധതന്ത്രത്തിന്റെ പ്രധാന ഭാഗമാകാനാണ് സാധ്യത. അടുത്ത 5 വർഷത്തിനുള്ളിൽ 12,000 യൂണിറ്റുകൾ വരെ നിർമ്മിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്നത് അമേരിക്ക ഒരു ദീർഘകാല യുദ്ധ സാഹചര്യത്തിനായി തയ്യാറെടുക്കുകയാണെന്ന ശക്തമായ സൂചന കൂടിയാണ് നൽകുന്നത്. ഇവിടെയാണ് ഇറാന്റെ സ്വാധീനം ഏറ്റവും വ്യക്തമായി കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായി മിഡിൽ ഈസ്റ്റിൽ ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്കയെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. യമനിലെ ഹൂതികൾ മുതൽ ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ അനുകൂല മിലീഷ്യകൾ വരെ കുറഞ്ഞ ചെലവിൽ വൻ നാശനഷ്ടം സൃഷ്ടിക്കാൻ കഴിയുന്ന പുതിയ യുദ്ധരീതികൾ ലോകം കണ്ടു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ അമേരിക്കയെ വലിയ രീതിയിൽ സ്വാധീനിച്ചു. വില കൂടിയ ആയുധങ്ങളിലൂടെ മാത്രം യുദ്ധം ജയിക്കാനാകില്ല എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ അമേരിക്കയെ വില കുറഞ്ഞ എന്നാൽ വൻതോതിൽ നിർമ്മിക്കാവുന്ന ആയുധങ്ങളിലേക്ക് നയിക്കുന്നത്. അമേരിക്കക്ക് മറ്റൊരു വലിയ ആശങ്ക ചൈനയാണ്. പ്രത്യേകിച്ച് തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷ സാധ്യതകൾ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട്. ചൈനയുമായുള്ള ഒരു ദീർഘകാല യുദ്ധമുണ്ടായാൽ നിലവിലെ അമേരിക്കൻ ആയുധശേഖരം മതിയാകില്ല എന്ന പല സൈനിക പഠനങ്ങളും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഈ പുതിയ നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്താൽ ചൈനയുടെയും ഇറാന്റെയും സൈനിക കരുത്ത് എത്രത്തോളം ഭീമമാണ് എന്നത് വ്യക്തമാകും. ലോകത്തിന്റെ ഫാക്ടറിയായി അറിയപ്പെടുന്ന ചൈന ഇന്ന് ആയുധ നിർമ്മാണ രംഗത്തും ആധിപത്യം ഊട്ടിയുറപ്പിക്കുകയാണ്. കേവലം കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന രാജ്യമല്ല ചൈന, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയും നൂതനമായ യുദ്ധയന്ത്രങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് അമേരിക്കയേക്കാൾ വേഗത്തിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. മാത്രമല്ല ഹൈപ്പർസോണിക് മിസൈലുകളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആയുധങ്ങളുടെയും കാര്യത്തിൽ ചൈന ഇന്ന് കൈവരിച്ചിരിക്കുന്ന മുന്നേറ്റം അമേരിക്കയെ അമ്പരപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ സൈനിക ശേഷിയെക്കുറിച്ച് ലോകം ഇതുവരെ കണ്ടത് വെറും മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്. കുറഞ്ഞ ചെലവിലുള്ള ഡ്രോണുകൾ കൊണ്ട് ലോകത്തെ ഞെട്ടിച്ച ഇറാൻ യഥാർത്ഥത്തിൽ തങ്ങളുടെ വമ്പൻ മിസൈൽ കരുത്ത് ഇപ്പോഴും രഹസ്യമായി തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഭൂമിക്കടിയിൽ 100 കണക്കിന് മീറ്റർ ആഴത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഇറാന്റെ മിസൈൽ നഗരങ്ങൾ ഏതൊരു വലിയ വ്യോമാക്രമണത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ളവയാണ്.
ആയിരക്കണക്കിന് ദീർഘദൂര മിസൈലുകൾ ഏത് നിമിഷവും വിക്ഷേപണത്തിന് സജ്ജമായി ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിച്ചിരിപ്പുണ്ട്. അമേരിക്കയുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഭേദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കൃത്യതയാർന്ന മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. ഇറാനും യുക്രൈനും നൽകിയ ഏറ്റവും വലിയ പാഠം യുദ്ധത്തിന്റെ ഭാവി മാറിയിരിക്കുന്നു എന്നതാണ്. ഇനി വെറും ആധുനിക യുദ്ധവിമാനങ്ങളും ആണവശക്തിയും മാത്രം പോരാ. വില കുറഞ്ഞ ഡ്രോണുകൾ, കാമിക്കാസെ മിസൈലുകൾ, കണ്ടെയ്നറുകളിൽ ഒളിപ്പിച്ച വിക്ഷേപണ സംവിധാനങ്ങൾ ഇതെല്ലാം ഭാവി യുദ്ധത്തിന്റെ പ്രധാന ഘടകങ്ങളായി മാറുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക പോലും ഇപ്പോൾ പുതിയ രീതിയിൽ ചിന്തിക്കാൻ നിർബന്ധിതമായിരിക്കുന്നത്. അവസാനമായി നോക്കുമ്പോൾ അമേരിക്കയുടെ ഈ നീക്കം ഒരു സാധാരണ ആയുധ വികസന പദ്ധതി മാത്രമല്ല. ലോകത്തിലെ പുതിയ യുദ്ധഭൂമികളെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഭീതിയും അതിനുള്ള പ്രതികരണവുമാണിത്. പ്രത്യേകിച്ച് ഇറാന്റെ അസമമായ യുദ്ധതന്ത്രങ്ങളും ചൈനയുടെ ഉയർച്ചയും അമേരിക്കയെ പ്രതിരോധ തന്ത്രം പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ നിർബന്ധിതമാക്കുകയാണ്. ലോകം ഇപ്പോൾ ഒരു പുതിയ ആയുധ മത്സരത്തിന്റെ തുടക്കത്തിലാണ് എന്ന സൂചനയാണ് ഈ പ്രഖ്യാപനം നൽകുന്നത്.